മുംബൈയുടെ മണ്ണിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിനെ ചേർത്തുപിടിച്ചപ്പോൾ വനിതാ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ടീം ഇന്ത്യക്ക് കിരീട സാഫല്യം. 52 റൺസിനാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിനെ ഹർമൻപ്രീത് കൗറും സംഘവും തോൽപ്പിച്ചത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമീത് പ്രീത് കൗർ വനിതാ ഏകദിന ലോകകപ്പിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. വനിതാ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1973-ലാണ്. ഇന്ത്യ എത്ര തവണയാണ് വനിതാ ലോകകപ്പിന് വേദിയാകുന്നത്? 4 തവണ. എത്ര ടീമുകളാണ് ഈ മത്സരത്തിലുണ്ടായിരുന്നത്? 8 ടീമുകളാണ് ഈ വർഷത്തെ വനിതാ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുത്തത്. ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുത്തതും ദീപ്തി ശർമ്മയെ തന്നെ. ഫൈനലിന്റെ താരം ഷഫാലി വർമ്മ, പരിശീലകൻ അമോൽ മസുംദാർ, ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവർട്ട്. അതുമാത്രമല്ല, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം ലോറ വോൾവർട്ടാണ്. ഓപ്പൺ പൃഥ്വിക ട്രാവലിന് പരിക്കേറ്റതുകൊണ്ട് മാത്രം ടീമിൽ ഇടം നേടിയ ബിഗ് ഹിറ്റ് ഷഫാലി വർമ്മ ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം തെറ്റിച്ചില്ല. വീരേന്ദ്ര സെഹ്വാഗിനെ അനുസ്മരിക്കുന്ന ഷോട്ടുകളിലൂടെ ഷഫാലി ബോളർമാരുടെ പദ്ധതികൾ ഒന്നൊന്നായി പൊളിച്ചു. അതുകൊണ്ട് തന്നെ ഫൈനലിലെ താരമായി മാറാൻ ഷഫാലി വർമ്മയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ പെൺപുലികൾക്ക് അഭിനന്ദനങ്ങൾ.